ആരവിടെ? ദൈവനാമത്തിൽ വന്ദനം. ഞാൻ പൗലോസ്. ഏത് പൗലോസ്? തെക്കേക്കൂറ്റിയ? അല്ല, ദൈവത്തിന്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ്. എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ദൈവനാമത്തിൽ വന്ദനം അപ്പോസ്തല. അതേ കുട്ടിച്ചു ഈ കാലഘട്ടത്തിൽ കർത്താവിന്റെ സഭകളെ, സുവിശേഷ പ്രവർത്തനങ്ങളെ, വിശ്വാസികളെ ഒക്കെ കാണുവാനാണ് കർത്താവിന്റെ അനുവാദ പ്രകാരം ഞാൻ ഈ സ്ഥലത്തേക്ക് വന്നത്. അതുമല്ല, കർത്താവിന്റെ വരവിന് വേണ്ടി എത്ര പേർ ഒരുങ്ങിയിട്ടുണ്ടെന്ന് അറിയണ്ടേ? എല്ലാവരെയും ഒന്ന് കാണുവാൻ, വഴികാട്ടുവാൻ കുട്ടിച്ചനെ അനുയോജിച്ചെന്ന് എനിക്കറിയാം. കുട്ടിച്ചനറിയാത്ത ദേവദാസന്മാരും സഭകളും സ്ഥലങ്ങളും ഇല്ലല്ലോ. എന്താ ബുദ്ധിമുട്ടുണ്ടോ? എന്ത് ബുദ്ധിമുട്ട് അപ്പോസ്തല? പഴയകാല അപ്പോസ്തലന്മാർ സഹിച്ച കഷ്ടങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ എന്ത് ബുദ്ധിമുട്ട്. കാണിച്ചു തരാം, ഞാൻ കാണിച്ചു തരാം, എല്ലാം ഞാൻ കാണിച്ചു തരാം. കർത്താവിന്റെ സഭകളെയും വിശ്വാസികളെയും ദൈവദാസന്മാരെയും ഒക്കെ ഒന്ന് കണ്ട് അങ്ങേക്ക് സന്തോഷം വരണമെന്ന് മാത്രമേ ഉള്ളൂ ഈ എളിയവന്റെ പ്രാർത്ഥന. ഏതായാലും നേരെ ഒന്ന് വെളുത്തോട്ടെ. അപ്പോസ്തലന് പ്രഭാതത്തിൽ എന്തെങ്കിലും കഴിക്കാനും താഴ്ചയിലിരിക്കാനും സമൃദ്ധിയിലിരിക്കാനും ഞാൻ ശീലിച്ചിട്ടുണ്ട്. കുട്ടിച്ചൻ പേടിക്കണ്ട. ആയിക്കോട്ടെ. ഏതായാലും രാവിലെ ഒരു വിവാഹമുണ്ടേ, അത് നമുക്ക് കാണാം. അവിടുന്ന് ആയിക്കോട്ടെ നമ്മുടെ തുടക്കം. നമ്മുടെ ഒരു വിശ്വാസിയുടെ മകളുടെ വിവാഹമാണിത്. വർഷങ്ങളായി ഗൾഫിൽ ജോലി ചെയ്ത് മടങ്ങി വന്ന ആളാണ്. പുള്ളിക്കാരന് ഒരു നിർബന്ധം മാത്രമേ ഉള്ളായിരുന്നു. മകളുടെ വിവാഹത്തിന് വീഡിയോ എടുക്കുന്ന ആൾ മുതൽ സദ്യ ഒരുക്കുന്ന ആൾ വരെ വിശ്വാസികളായിരിക്കണമെന്ന്. അപ്പോൾ നമ്മൾ ഇവിടെ കാണുന്ന എല്ലാവരും വിശ്വാസികളാണെന്ന് ഓർക്കണം കേട്ടോ. നല്ല പണിയാ തന്നത്. ഓടി ഓടി ഞാനൊരു പരുവായി. ഇനിയോട്ട് 1 കിലോമീറ്റർ. നീ എങ്ങോട്ടാ ഓടുന്നത്? അച്ഛനല്ലേ പറഞ്ഞ രാവിലെ ചെറുക്കന്റെ വീട്ടിലോട്ട് ഓടിക്കൊണ്ടിയല്ലേ? എടാ, ഞാൻ ചെറുക്കന്റെ വീട്ടിലോട്ട് ഓടാനല്ലോ പറയും. ഓടിന്റെ വണ്ടി കൊണ്ടുവന്നല്ലേ പറഞ്ഞു. ഞാൻ വണ്ടിന്ന് പറഞ്ഞില്ലല്ലോ, ഓടിക്കൊണ്ട് വന്നല്ലേ പറഞ്ഞു. എന്റെ ദൈവമേ, എല്ലാം കുളമായല്ലോ. ഇനി എന്തോ ചെയ്യും? എടാ, ഒരു കാര്യം, നീ തിരിച്ച് വീട്ടിൽ പോയി ഓടിന്റെ വണ്ടി എടുത്ത് ചെറുക്കന്റെ വീട്ടിലോട്ട് പോടാ. വണ്ടിന്ന് പറഞ്ഞാൽ ഇനിയല്ല മറ്റു. നീ വെക്ക്. ഇതാണ് ഒരു വിശ്വാസിയെ പിടിച്ച് അസിസ്റ്റന്റ് ആക്കിയുള്ള കുഴപ്പം. ഇതാരാ ബേബിയോ? നീ എന്താണ് രാവിലെ ഇവിടെ കിടന്ന് ഓടി കളിക്കുന്നേ? എന്നാ ചോദ്യ കുട്ടിച്ചായ? ഞാനല്ലേ ഈ കല്യാണം നടത്തുന്നേ, ഞാനല്ലേ ഇതിന്റെ ഇവന്റ് മാനേജ്മെന്റ്. എടാ, ഇവന്റ് മാനേജ്മെന്റ് അല്ലടാ, ഇവന്റ് മാനേജ്മെന്റ്. എന്തേലും ആട്ടെ, 12 തൊട്ട് പെണ്ണിനെയും ചെറുക്കനെ വായിട്ട് വീട്ടിൽ കൊണ്ട് വിടുതരം വരെയുള്ള സകല പരിപാടിയും കഴിഞ്ഞ് ഞാനും എന്റെ ടീമും പോകും. എടാ, നീ ഇതിനെല്ലാം കൂടി എന്തോ കൈപ്പറ്റും? നമ്മുടെ മിനിമം ചാർജ് 1 CR അല്ലേ? 1 കോടിയോ? എന്റെ കർത്താവേ, നീ ദൈവത്തിന് നിരക്കാത്തതാണല്ലോടാ ഇത് ബേബി കാണിക്കുന്നത്. എന്റെ അച്ചായ കാശുള്ള ടീമല്ലേ, നമുക്ക് ഇങ്ങനൊക്കെ അല്ലേ സഹായിക്കാൻ പറ്റൂ. അതൊക്കെ ഇരിക്കട്ടെ അച്ചായ, ഇതാരാ പാസ്റ്റർമാര് വല്ലോ ആണോ? ഞാനിപ്പോ ക്രൂസൈഡൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്. നീ ഇപ്പോൾ ക്രൂസൈഡും ഒക്കെ ചെയ്തു കൊടുക്കാൻ തുടങ്ങിയോ? ഇത് നീ കേട്ടിട്ടുണ്ടോന്ന് അറിയില്ല. വലിയൊരു ദൈവദാസനാ പാസ്റ്റർ പൗലോസ്. വലിയൊരു കപ്പലുടമയായിരുന്നു.
ഓ, കപ്പിളുടനായിരുന്നു. വെരി നൈസ്. കുറെ നാളായി എന്റെ മനസ്സിലായി ആലപ്പുഴ ബോട്ട് സർവീസ് തുടങ്ങണമെന്ന് ആഗ്രഹം. ഡേവിഡ്സൺ ബോട്ട് സർവീസ്, ബോട്ട് സർവീസ്, ബോട്ട് സർവീസ്. ഹലോ, ആ എത്തിയോ? അച്ഛായ, പാസ്റ്റർ വന്നിട്ടുണ്ട്. പുള്ളിക്ക് ഒട്ടും സമയമില്ലെന്നാ പറയുന്നേ. ഒത്തിരി നാളായല്ലോ കണ്ടിട്ട്. ഈ വഴിയൊന്നും കാണാറില്ലല്ലോ. ഇത് റവറന്റ് ഡോക്ടർ പി പാപ്പി. പാപ്പി പാസ്റ്റർ, ഇത് പാസ്റ്റർ പൗലോസ്. പ്രൈസ് ദി ലോർഡ് പാസ്റ്റർ പൗലോസ്. കണ്ടത് വളരെ സന്തോഷമുണ്ട്. കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വന്ദനം. പാസ്റ്ററെ, ഈ പൗലോസ് എന്ന പേരാണ് എന്നെ ഈ നിലയിൽ എത്തിച്ചത്. അപ്പോസ്തലനായ പൗലോസിയുടെ ലീഡർഷിപ്പ്, അതിന്റെ സവിശേഷതകൾ, അതിന്റെ ക്വാളിറ്റി, ഇന്നത്തെ ദൈവദാസന്മാരിൽ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മാതൃക എന്നീ വിഷയത്തിലാണ് എനിക്ക് ഡോക്ടറേറ്റ് ലഭിച്ചത്. ഈ ദൈവദാസനും ഡോക്ടറേറ്റ് ഒക്കെ കിട്ടിയ ആളാ. അത് ശരി. ഏത് യൂണിവേഴ്സിറ്റിയാ? ഗമാലിയൽ. അയ്യോ, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയാ? എനിക്കറിയാം. പിന്നെ ഈ ഡോക്ടറേറ്റ് ലഭിച്ചതിന് ശേഷം എനിക്കൊന്ന് നിൽക്കാൻ സമയം കിട്ടിയിട്ടില്ല. അമേരിക്കൻ വിസിറ്റ് കഴിഞ്ഞ് ഇപ്പോ യൂറോപ്പ് വിസിറ്റിന് ഞാൻ തയ്യാറായിക്കൊണ്ടിരിക്കുക. അതിനുശേഷം ഓസ്ട്രേലിയ, പിന്നെ ദുബൈ, കുവൈറ്റ്, ഖത്തർ ഒക്കെ ഒന്നുണ്ട്, ഒമാന്, സിംഗപ്പൂർ, ഇങ്ങനെ കിടക്കുന്ന ഈ വർഷം മുഴുവൻ തിരക്കാണ്. അത് കൊള്ളാം. അപ്പൊ പിന്നെ സൊമാലിയിലേക്കൊന്നും ഇല്ലേ? അതൊരു പട്ടിണി രാജ്യമല്ലയോ? അപ്പൊ പിന്നെ അടുത്ത വർഷം നോർത്ത് ഇന്ത്യൻ പ്രവർത്തനം ആയിരിക്കും. അങ്ങനെയൊന്നുമില്ല. ഈ വർഷം തുടങ്ങിയത് അമേരിക്കയിലല്ലേ, അവിടുന്ന് ഗൾഫിലും. ഇനി ഞാനൊന്ന് തിരിച്ചു കറങ്ങും. ഞാൻ വെതറിയ വചനമൊക്കെ കിളുത്തോന്നൊന്നും അറിയാൻ. അത് തന്നെയുമല്ല, എനിക്ക് ദിവസവും ആഹാരത്തിന് അല്പം ബീഫ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ദഹിക്കത്തില്ല. ഇനി ബീഫ് കഴിച്ചെന്നും പറഞ്ഞ് വടക്കേന്ത്യയിൽ പോയി കർത്താവിന്റെ രക്തസാക്ഷിയാവാൻ എനിക്ക് വയ്യ. ചാവുകയാണെങ്കിൽ അമേരിക്കയിൽ കിടന്ന് ചാവും. അപ്പോ ഇവിടുത്തെ സഭാപ്രവർത്തനങ്ങളൊക്കെ ഇവിടെ ഞാനില്ലാത്തപ്പോ മറ്റൊരു ദൈവദാസനുണ്ട്. അദ്ദേഹം എല്ലാം നോക്കി നടത്തിക്കൊള്ളു. ഞങ്ങളുടെ ഒരു മെഗാ ചർച്ചാണ്, മെഗാ ചർച്ചാണ്, മെഗാ. ഈ മെഗാ ചർച്ച് എന്ന് പറഞ്ഞാൽ പരസ്പരം ആർക്കും ആരെയും തിരിച്ചറിയത്തില്ലെന്ന് ചുരുക്കം. ഇതൊക്കെ കണ്ട് അപ്പോസ്തലന്റെ മനസ്സ് മടുത്ത് കാണുമല്ലേ? ഇന്നലെ മുതല് അങ്ങ് ആഹാരം പോലും കഴിച്ചിട്ടില്ല. നമുക്കല്പം ആഹാരം കഴിച്ചിട്ട് പോകാമായിരുന്നു. ഇതൊക്കെ കണ്ട് എങ്ങനെ ആഹാരം കഴിക്കും കുട്ടിച്ച? പിന്നെ പട്ടിണി കിടക്കുന്നത് എനിക്കൊരു ശീലമായിരുന്നല്ലോ. എങ്കിലും വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്ന ആരുടെയെങ്കിലും വീട്ടിൽ നിന്നും ആഹാരം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അങ്ങനെയൊക്കെ ജീവിക്കുന്നവർ വളരെ കുറച്ചു പേരേ ഉള്ളൂ അപ്പോസ്തല. എല്ലാവരും ലോകത്തിന് കുറെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങള് പാപ്പി ഭാഷ കണ്ടിരുന്നു. നാളത്തെ സഭായോഗത്തിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്. ഏതായാലും അപ്പോസ്തലന്റെ കൂടെ ഒരു സഭായോഗം നമുക്കും എത്രയായാലും അനുഗ്രഹമായിരിക്കും. ഭൂമിയിൽ, പ്രത്യേകിച്ച് ഈ നാട്ടിൽ കടന്നു വന്ന് കർത്താവിനെ ഒന്ന് ആരാധിക്കാൻ അവസരം ഒരുങ്ങുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ഇന്നെങ്കിലും ഒരു കുഴപ്പവും കൂടാതെ അങ്ങേ ആരാധിക്കാനുള്ള കൃപ തരണമേ. നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ സഭായോഗം ആരംഭിക്കാം. പരിശുദ്ധനായ യോഗം തുടങ്ങി. സ്വർഗീയ പിതാവേ, സമയത്തിനായി ഞങ്ങൾ ഇപ്പൊ എനിക്കാണ് കുറ്റം. അല്ലാതെ നീ മേക്കപ്പ് ഇട്ടോണ്ടിരുന്ന ഒരിക്കൽ കൂടി ഒരു സഭായോഗമായി കൃപ തന്നതിനായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കടന്നു വരേണ്ട എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങ് എത്രയും വേഗം കൂട്ടിക്കൊണ്ടുവരണമേ നാഥ. ആദ്യോടന്തം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഭരിച്ചു നടത്തിയാട്ടെ. പാടുവാൻ പ്രാർത്ഥിപ്പാൻ അങ്ങ് കൃപ തരയണമേ. മാനവും മഹത്വവും അങ്ങ് എടുക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ
ആമേൻ. എന്റെ ടോമിച്ച ഒരു പാട്ട് പറ. എടാ ബേബി ആ അറബി പാടണ. എന്ത് ഈ പാട്ട് മാത്രമേ ഈ പാട്ടോട് പാടുന്ന പ്രശ്നമില്ല. ഇത് ഞാൻ ആ സെലക്ട് ചെയ്ത് ഈ പാട്ടേ പാടൂ. ഇത് പാടുന്ന പ്രശ്നമാണ് സോന. ഇതേ പാടൂ. പറ്റില്ല. സഹോദരന്മാരെ, ഇവിടെ എന്താ ഈ പ്രശ്നം? പാസ്റ്ററെ, ഇവിടെ പ്രത്യേകിച്ച് വിഷയമൊന്നുമില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഇവിടുത്തെ പാട്ട്. എന്താണ് ആ പാട്ടിന് കുഴപ്പം? ഞങ്ങളുടെ പാട്ടിന് എന്താ കുഴപ്പം? കുഴപ്പമേ ഉള്ളൂ. നിങ്ങളത് തടഞ്ഞ് പാട്ടല്ലേ പ്രശ്നം, അത് തീർന്നല്ലോ. ഇതൊക്കെ പറഞ്ഞാലും ഒരു മാസത്തേക്കെന്ന് പറഞ്ഞ പാസ്റ്റർ, ഇത് 6 മാസമായിട്ട് എവിടെയായിരുന്നു? മോനെ നെൽസ, കാണാതായ ഒരാടിനെ അന്വേഷിച്ച് മറ്റു 99 വിട്ടിട്ട് ഇടയൻ പോയ ഉപമ കർത്താവ് പറഞ്ഞത് നീ ഓർക്കുന്നില്ലേ? അപ്പോൾ ആ ഒരു ആടിനെ തിരക്കിയായിരിക്കും പാസ്റ്റർ അമേരിക്ക വരെ പോയത്. അതുവിട് പാസ്റ്ററെ, നമ്മുടെ കമ്മിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ വേറൊരു ഗസ്റ്റ് പാസ്റ്ററിനെ വിളിച്ചുകൂടാ എന്നുള്ള കാര്യം പാസ്റ്റർ അറിയാവുന്നതല്ലേ? മോനെ നെൽസ, അദ്ദേഹമാണ് പാസ്റ്റർ പൗലോസ്. അദ്ദേഹം നമ്മുടെ കൂടെ ഒരു ആരാധന കൂടാൻ വന്നതേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അത് നേരത്തെ അസിസ്റ്റന്റ് പാസ്റ്ററോട് പറയരുതായിരുന്നു. അയ്യോ, അദ്ദേഹത്തിന്റെ കാര്യം ഒന്നും പറയണ്ട. എന്ത് കണ്ടാലും കണ്ണടച്ചങ്ങിരിക്കും. ശരി ദൈവങ്ങളെ, ഇനി നിങ്ങളുടെ സാക്ഷികൾക്കുള്ള സമയമാണ്. സമയം വേണമെന്ന് ഉപയോഗിക്കണം. കർത്താവിന്റെ സ്തോത്രം. ദൈവമക്കളുടെ പ്രാർത്ഥന കൊണ്ട് കഴിഞ്ഞ ഒരാഴ്ച കാലം ദൈവം എന്നെ അങ്ങ് ഓടിച്ചിട്ട് അനുഗ്രഹിച്ചു. ഒരുപാട് എവൻസ് ലഭിക്കാനും അതിൽ കൂടെ ചെറിയ ചെറിയ നന്മകൾ പ്രാപിക്കാനും ദൈവം സഹായിച്ചു. അതിലുപരിയായി ഒരു ചെറിയ ബിസിനസ് കൂടി ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ബേബിച്ചൻസ് സ്വർഗപ്പെട്ടി. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ആയിരിക്കും ഈ ബിസിനസിന്റെ വിജയം. അന്ത്യം വരെ വിശ്വസ്തയോടെ കർത്താവിന്റെ നാമത്തിനായി ജീവിപ്പാൻ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ പൗലോസ് മുൻപോട്ട് വന്ന് തന്റെ പ്രവർത്തനങ്ങൾ, അനുഭവങ്ങൾ, വചനഭാഗങ്ങളൊക്കെ നമ്മളുമായി പങ്കുവെക്കും. നമുക്ക് പാസ്റ്റർ പൗലോസിനെ സ്വാഗതം ചെയ്യാം. അത് കൊള്ളാമല്ലോ. കമ്മിറ്റിയോട് ആലോചിക്കാതെ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല. ആദ്യം പറഞ്ഞു ആരാധന കൂടാൻ വന്നിരിക്കുക. ഇപ്പതാ പ്രസംഗിക്കാൻ ക്ഷണിച്ചിരിക്കുന്നു. പാസ്റ്ററെ, ഈ ഒരു വിഷയത്തിന് തീരുമാനം ഉണ്ടാക്കിയിട്ട് മാത്രം ബാക്കി പരിപാടികൾ നടത്തിയാൽ മതി. ശരിയാ. ഇവിടെ കമ്മിറ്റിയാണോ വരുന്നത്, അതോ എറണാകുളത്ത് മഞ്ഞ് കയറി വന്ന ഒരു പാസ്റ്ററാണോ വരുന്നത്? അത് ഞങ്ങൾ പറഞ്ഞു പാസ്റ്ററെ, കാര്യം പറഞ്ഞു. നിർത്താൻ ആരെയാണ് നിങ്ങൾ അവമാനിക്കുന്നത് ഓർക്കണം. അദ്ദേഹം ആരാണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ലജ്ജിക്കും. എങ്കിലും ഞാനത് പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന്റെ പാരമ്പര്യം. 8-ാം നാളിൽ പരിചയനേറ്റവൻ, ഇസ്രായേൽ ജാതിക്കാരൻ, ബെന്യാമിൻ ഗോത്രക്കാരൻ, എബ്രായരിൽ നിന്ന് ജനിച്ച എബ്രായൻ, ന്യായപ്രമാണം സംബന്ധിച്ച് പരീശൻ, ശുഷ്കാന്തി സംബന്ധിച്ച് സഭയെ ഉപദ്രവിച്ചവൻ, ഗമാലിയലിന്റെ വാദപീഠത്തിൽ നിന്ന് പഠിച്ചയാൾ, കപ്പലുടമ. പിന്നെ പാസ് എടുത്ത 10 ഡോക്ടറേറ്റിന് തുല്യമാണ് അദ്ദേഹം എടുത്ത ഒരു ഡോക്ടറേറ്റ്. അറിയുമോ? പിന്നെ പാരമ്പര്യം വിട്ട് കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് പറയാൻ ആണെങ്കിൽ ഒരു സഭായോഗമൊന്നും പോരാ. എങ്കിലും പ്രശംസിക്കുന്നതിനാൽ പ്രയോജനമില്ല. എങ്കിലും പറയാം, 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട ആളാ. പേര് അപ്പോസ്തലനായ പൗലോസ്. ഞാൻ ഏറ്റവും ചെറിയവനും ആ വാക്കിന് യോഗ്യനുമല്ല. എല്ലാം കർത്താവ് തന്ന കൃപപ്രകാരം ഓടിയെന്നേയുള്ളൂ. ഇന്ന് ഭൂമിയിലുള്ള കർത്താവിന്റെ സഭയെ കണ്ട് സന്തോഷിക്കാമെന്ന് ഞാൻ കരുതി. പക്ഷേ ഇന്ന് കർത്താവിന്റെ ശിഷ്യരെന്ന് അഭിമാനിക്കുന്നവർ ലോകത്തിന് പുറകെ ഓടുന്ന ദൃശ്യമാണ് ഞാൻ കണ്ടത്. ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റുപറഞ്ഞ് വിശ്വാസത്തിൽ മരിച്ച പഴയകാല പിതാക്കന്മാരുടെ മക്കൾ ഈ ഭൂമിയിലുള്ളത് തങ്ങൾക്ക് ഏറ്റവും അഭികാമ്യമെന്നുണ്ട്. ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടാത്ത ഭാര്യമാർ,
മാതാപിതാക്കളെ ബഹുമാനിക്കാത്ത തലമുറ. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷം വരുത്തുന്നതെന്നറിയാമെങ്കിലും അത് സമ്പാദിക്കുവാൻ മനസ്സാക്ഷി പണയം വയ്ക്കണം. പിന്നെ നിങ്ങളുടെ ഇടയിൽ പിണക്കവും ഈർഷ്യയും നിലനിൽക്കെ നിങ്ങൾ ആത്മീയരെന്ന് നടിക്കുന്നു. ഞാൻ പാരമ്പര്യത്തിലും എന്റെ സ്വയത്തിലും കുലത്തിലും അഭിമാനിച്ചവനാണ്. പക്ഷേ ഡെമസ്കോസിന്റെ പടിവാതിക്കൽ കർത്താവ് യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്ന നാൾ ആ കണ്ടുമുട്ടൽ കർത്താവിനെ തൊട്ടപ്പോൾ ആ കൃപയിലേക്ക് പകർന്നപ്പോൾ ഞാൻ കൊണ്ടു നടന്ന പ്രശസ്തി, പണം, പാരമ്പര്യം എന്ന എല്ലാ പട്ടങ്ങളും ഞാൻ ഉപേക്ഷിച്ചു. എല്ലാത്തിനെയും ചപ്പും ചവറുമെന്നെണ്ണി. പക്ഷെ ഞാൻ ഇവിടെ വന്നപ്പോൾ ക്രിസ്തുവിന് വേണ്ടി ഞാൻ ഛേദമെന്നെണ്ണിയതെല്ലാം നിങ്ങൾ ലാഭം നിന്നെന്ന് കാഴ്ച കണ്ടു. ഞാൻ വേണ്ടെന്ന് വെച്ചതിനെ നിങ്ങൾ കൈവശമാക്കുന്നു, കൂട്ടിവെക്കുന്നു. കുഞ്ഞുങ്ങൾ, ഇനി നിങ്ങൾക്ക് വേണ്ടി കൂടി ഒരു ലേഖനം എഴുതാൻ എന്റെ കയ്യിൽ മഷി ബാക്കിയില്ല. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾ ദുഃഖിപ്പിക്കുന്നു. നിങ്ങൾ ആ ഗോൽഗോഥയിലേക്കൊന്ന് നോക്ക്. ആ കർത്തൻ കാൽവരി നിങ്ങളുടെ അന്തരങ്ങൾ ഒന്നുകൂടി അത് കാണട്ടെ. എനിക്ക് അപേക്ഷയും ഇനി ആ രക്ഷകന്റെ പാവന നിണത്തെ മലിനമാക്കരുത്. ഇനി ആ കർത്താവിനെ വീണ്ടും ക്രൂശിക്കുന്നവരാകല്ലേ. മടങ്ങി വരൂ, മടങ്ങി വരൂ. കണ്ടാലോ മുഖശോഭയില്ല, ചോരയാൽ നിറഞ്ഞൊഴുകിയിടും സഭക്കാരൊക്കെ എവിടെ? ദൈവമേ, ഞാനൊരു വലിയ ദർശനമാണല്ലോ കണ്ടത്. എന്താണ് ഇതിന്റെ അർത്ഥം? അന്ത്യകാല സംഭവത്തിന്റെ സൂചനയാണല്ലോ. കർത്താവ് തന്റെ സഭയെ ചേർപ്പാൻ സമയമായി. എന്റെ പിതാവേ, ആ കാഹളധ്വനിയിൽ കൈവിടപ്പെടാതെ ചേർക്കപ്പെടുവാൻ എന്നെയും നിന്റെ ജനത്തെയും ഒരുക്കണമേ. ആരെയും ഈ ലോകമോഹങ്ങളിൽ വീണുപോകാൻ അനുവദിക്കല്ലേ. മഹത്വമെല്ലാം അപ്പച്ചന് തരുന്നു. ആമേൻ, ആമേൻ, ആമേൻ.